Hello everyone, in this part we'll see some of the basic of module 2, that is demand and supply. So first of all, let's see what is demand. Demand refers to the quantity of a goods or service that consumers are willing and able to purchase at various prices. ഡിമാൻഡിന് മെയിൻ ആയിട്ടുള്ള രണ്ട് ബാക്കിംഗ് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വൺ ഇസ് വില്ലിങ് ടു പർച്ചേസ്, അയാൾ എത്രത്തോളം വില്ലിങ് ആണ് ഒരു സാധനം വാങ്ങാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തത് എബിലിറ്റി ടു പേ ഫോർ ഇറ്റ്. നമുക്ക് വില്ലിങ്നെസ് മാത്രം പോരാ, നമുക്ക് എന്തും വേണം, അതിന് പൈസ അടയ്ക്കാൻ വേണം. ഒരാൾ നമുക്ക് വെറുതെ ഒരു സാധനം തരില്ല. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു നീഡ് ഉണ്ട്, ഒരു 1 kg ആപ്പിൾ നമുക്ക് വാങ്ങണം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ഡിമാൻഡ് ഉണ്ടെങ്കിൽ നമ്മൾ രണ്ട് കാര്യങ്ങൾ അവിടെ ഉണ്ടാവും. ഒന്ന് നമ്മുടെ ആവശ്യകത, നമ്മുടെ വില്ലിങ്നെസ് അത് വാങ്ങാൻ. രണ്ടാമത്തെ എന്താണ്, ഈ 1 kg ആപ്പിൾ വാങ്ങാനുള്ള പൈസ നമ്മുടെ അടുത്തുണ്ടോ എന്ന്. അതിനാണ് നമ്മൾ ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് ദ quantity of a good or a service that consumers are willing and able to purchase at various prices. ഇപ്പോൾ രണ്ട് മെയിൻ ഫാക്ടേഴ്സ് ആണ് ഡിമാൻഡിലുള്ളത്, വില്ലിങ്നെസ് ആൻഡ് എബിലിറ്റി ടു പേ. So the desire for a commodity rises from utility, and utility is the want satisfying capacity of a commodity or service. അതായത് നമുക്കൊരു സാധനം വാങ്ങുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ. അതായത് ഒരു കിലോ ആപ്പിൾ വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് തരത്തിലുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. നമുക്ക് ഒരുപാട് നമ്മുടെ വിശപ്പ് മാറും, അതിൽ ഒരുപാട് ഫൈബർ കണ്ടന്റ് അടങ്ങിയിരിക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷനെയാണ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. And total utility is the psychological satisfaction the consumers obtain from consuming a quantity of a given product or commodity. അപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി പറയുമ്പോൾ നമുക്ക് മാനസികമായിട്ട് ഉണ്ടാകുന്ന ഒരു സംതൃപ്തിനെയാണ് എന്ത് പറയുന്നത്, ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. സോ ഇത്രയും മനസ്സിലാക്കുക, ഡിമാൻഡ് ഓഫ് എ ഗുഡ് ഓർ സർവീസ് is the quantity that consumers are willing and able to purchase at various prices. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ എസെൻഷ്യൽ ആണ് ഡിമാൻഡിന്റെ കേസിൽ. വൺ ഇസ് വില്ലിങ്നെസ് ആൻഡ് നെക്സ്റ്റ് ഇസ് എബിലിറ്റി ടു പേ ഫോർ ഇറ്റ്. Now let's see the determinants of demand. ഡിമാൻഡിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ഡിറ്റർമിനൻസ് ഓർ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഡിമാൻഡ്സ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു പ്രോഡക്റ്റിന്റെ ഡിമാൻഡിനെ എഫക്ട് ചെയ്യുന്നത്? ഫസ്റ്റ് ഇസ് പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ്. അതായത് ബേസിക് ആയിട്ട് നമ്മൾ ഒരു സാധനം വാങ്ങിക്കുമ്പോൾ നമ്മൾ നോക്കുന്നത് എന്താണ്, അതിന്റെ പ്രൈസാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ പ്രൈസ് ഒരുപാട് കൂടുതൽ നിൽക്കുകയാണെങ്കിൽ ഡിമാൻഡ് അവിടെ കുറവായിരിക്കും. ദെൻ ഇൻകം ഓഫ് ദ കൺസ്യൂമർ. ഇപ്പോൾ സഫീഷ്യൻ്റ് ആയിട്ടുള്ള പൈസ അയാളുടെ കയ്യിലുണ്ടോ, ഇൻകം അയാളുടെ അടുത്തുണ്ടോ, ഏർണിങ്സ് ഉണ്ടോ. അപ്പോൾ ഇൻകം കൂടുന്നതിനനുസരിച്ച് യൂഷ്വലി എന്ത് കൂടും, ഡിമാൻഡും കൂടും. ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്. ഇപ്പോൾ നമുക്ക് ഒരു കിലോ ആപ്പിൾ വാങ്ങണമെങ്കിൽ അതിന് താല്പര്യം വേണം അല്ലേ, നമ്മൾ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് നോക്കും. ആൻഡ് അഡ്വർടൈസിങ്ങിലൂടെയും പല കാര്യങ്ങളിലൂടെയും നമ്മൾ പല കാര്യങ്ങൾ അറിയും. ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ചേഞ്ചസ് വരുന്നതിനനുസരിച്ച് നമ്മുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് എന്ത് ചെയ്യും, മാറിക്കൊണ്ടേയിരിക്കും. ഫോർ എക്സാമ്പിൾ, പണ്ട് നമുക്ക് CDs ആയിരുന്നു, സിനിമയൊക്കെ കാണാൻ നമ്മൾ CDs ആയിരുന്നു യൂസ് ചെയ്യുന്നത്. പിന്നെ അത് മാറി പെൻഡ്രൈവ് ആയി. ഇപ്പൊ പെൻഡ്രൈവും മാറി വേറെ ഒരുപാട് കാര്യങ്ങൾ വരുന്നു. അപ്പൊ നമ്മുടെ സൊസൈറ്റി ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ടേസ്റ്റിനും പ്രിഫറൻസും കൺസ്യൂമേഴ്സിന്റെ ടേസ്റ്റിനും പ്രിഫറൻസും മാറിക്കൊണ്ടേയിരിക്കും. The number of buyers. The demand for a product is always affected by the total number of consumers. ബയേഴ്സിന്റെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ ഡിമാൻഡ് എന്ത് ചെയ്യും, അവിടെ യൂഷ്വലി കൂടും. ആൻഡ് എക്സ്പെക്ടേഷൻസ് ഓഫ് ഫ്യൂച്ചർ പ്രൈസ്. അതായത് ഭാവിയിൽ പ്രൈസ് കൂടും എന്നുള്ള ഒരു ന്യൂസ് സ്പ്രെഡ് ആയി കഴിഞ്ഞാൽ ആൾക്കാർ എന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ അത് ആ പ്രോഡക്റ്റ് വാങ്ങി കയ്യിൽ വെക്കാൻ വേണ്ടിയിട്ട് നോക്കും. ഫോർ എക്സാമ്പിൾ, ഭാവിയിൽ ഒരു ഫോണിന്റെ പ്രൈസ് കൂടുന്നു അല്ലെങ്കിൽ കാറിന്റെ പ്രൈസ് കൂടുന്നു എന്നുള്ളത് നമ്മൾ കേൾക്കുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഈ കാർ വാങ്ങാൻ ആവശ്യകത ഉണ്ടെങ്കിൽ നമ്മൾ ഇപ്പോഴേ അത് വാങ്ങിയിട്ട് എടുത്തു വയ്ക്കും. സോ അതിന്റെ പ്രൈസ് എന്ത് ചെയ്യും, ആ പ്രൈസിനനുസരിച്ച് ഡിമാൻഡ്, ഫ്യൂച്ചർ പ്രൈസിനനുസരിച്ച് ഡിമാൻഡ് ഫ്ലക്ച്വേറ്റ് ചെയ്യും. പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്. ദ പ്രൈസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആൻഡ് കോംപ്ലിമെന്ററി ഗുഡ്സ് ക്യാൻ ഇമ്പാക്ട് ഡിമാൻഡ്. സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഗുഡ്സിന്റെയും കോംപ്ലിമെന്ററി ഗുഡ്സിന്റെയും പ്രൈസ്, അതായത് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഗുഡ്. ഒന്നെങ്കിൽ ചില ആൾക്കാർക്ക് ടീക്ക് പകരം കോഫി മതിയായിരിക്കും. അങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഗുഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഗുഡ്സ് എന്ന് പറയുന്നത്. പിന്നെ കോംപ്ലിമെന്ററി ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൺസ്യൂം ചെയ്യുന്നത്, ബ്രെഡ് ആൻഡ് ബട്ടർ, ഷൂസ് ആൻഡ് സോക്സ്, പ്രിന്റേഴ്സ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ്, ഇതൊക്കെയാണ് കോംപ്ലിമെന്ററി ഗുഡ്സ് എന്ന് പറയുന്നത്.
ഇതിന്റെ പ്രൈസ് ഒക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ എന്തിനെ എഫക്ട് ചെയ്യും? ഈ ഗുഡ്സിനെ എഫക്ട് ചെയ്യും. നമുക്ക് സപ്പോസ് ഫോർ എക്സാമ്പിൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിന്റെ കേസിൽ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ടീന്റെ പ്രൈസ് ഒരുപാട് കൂടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് സ്വിച്ച് ചെയ്യും? കോഫിയിലേക്ക് സ്വിച്ച് ചെയ്യും. ഓക്കെ, അതാണ് ഒരു കൈൻഡ് ഓഫ് എക്സാമ്പിൾ. ദെൻ നാച്ചുറൽ കലാമിറ്റീസ് ആൻഡ് ഗവൺമെന്റ് പോളിസീസ്. ചില എക്സ്ട്രീം വെതർ കണ്ടീഷൻസ്, അങ്ങനെ ഒരുപാട് നാച്ചുറൽ കലാമിറ്റീസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ ഇപ്പം റെയിനി സീസണിന്റെ കേസിൽ ഒരുപാട് നാച്ചുറൽ എന്താ പറയുക, നാച്ചുറൽ കലാമിറ്റി അല്ല, നാച്ചുറലി ഒക്കറിങ് ഫിനോമിനൻ ആണ്. അപ്പൊ റെയിനി സീസണിന്റെ കേസിൽ നമുക്ക് കുടേന്റെ ഡിമാൻഡ് കൂടും. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് കറണ്ട് ഒക്കെ പോയി കഴിഞ്ഞാൽ, യൂഷ്വലി റെയിനി സീസണിലാണ് കറണ്ട് പോവുക, അവിടെ എമർജൻസി ലൈറ്റ്സിന്റെ ഡിമാൻഡ് കൂടും. അങ്ങനെ നാച്ചുറലി അക്കറിങ് കാര്യങ്ങളിനനുസരിച്ച് ഡിമാൻഡ് എന്ത് ചെയ്യും? കൂടിയും കുറഞ്ഞിരിക്കും. പിന്നെ ഗവൺമെന്റ് പോളിസീസും എന്തിനെ എഫക്ട് ചെയ്യും? ഇതിനെ എഫക്ട് ചെയ്യും. ഗവൺമെന്റ് ടാക്സ് കൂട്ടിയാൽ ഡിമാൻഡ് കുറയും. സബ്സിഡീസ് നല്ലോണം കൊടുത്തു കഴിഞ്ഞാൽ, ഇളവ് കൊടുത്തു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇലക്ട്രിക് വെഹിക്കിൾസിനൊക്കെ ഗവൺമെന്റ് നല്ല രീതിക്ക് ഇളവ് കൊടുത്താൽ അതിന്റെ സ്വാഭാവികമായിട്ടും എന്ത് കൂടും? ഡിമാൻഡ് കൂടും. സോ ദീസ് ആർ ദ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഓർ ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ്. എന്ത് കാര്യങ്ങളാണ് ഡിമാൻഡ് ഓഫ് എ പ്രോഡക്റ്റിനെ എഫക്ട് ചെയ്യുന്നത്? പ്രൈസ്, ഇൻകം, ടേസ്റ്റ്, നമ്പർ ഓഫ് ബയേഴ്സ്, എക്സ്പെക്ടേഷൻസ് ഓഫ് ഫ്യൂച്ചർ പ്രൈസ്, പ്രൈസ് റിലേറ്റഡ് ഗുഡ് ആൻഡ് നാച്ചുറൽ കലാമിറ്റീസ് ആൻഡ് ഗവൺമെന്റ് പോളിസീസ്. ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മൾ അതിനകത്തുള്ള ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. So in this part we have seen what is demand and determinants of demand. Okay.